ടു ലെജൻസ്. നമ്മുടെ ചേട്ടൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് സെമി മലായ് ചന്തേരിയിൽ പുതിയ ഫാബ്രിക് ആട്ടോ. ഈ ഒരു മോഡൽ മെറ്റീരിയൽ ഒത്തിരി ഇപ്പം വരുന്നുണ്ട്. എല്ലാം ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസമില്ല. അതാ ഓരോ ത്രെഡിൻ്റെയൊക്കെ വില വ്യത്യാസമാണ്. പിന്നെ ഫുൾ എംബ്രോയ്ഡറി കൊടുക്കുന്നതിൻ്റെയൊക്കെ വ്യത്യാസമാട്ടോ. ഇത് ഭയങ്കര സ്റ്റൈലായിട്ട് ആപ്ലിക് ഡിസൈൻ പ്ലസ് എംബ്രോയ്ഡറി, നല്ല ഹെവി പാറ്റേൺ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നല്ല മെറ്റീരിയലാട്ടോ. പ്രത്യേകിച്ച് ഈ വർക്ക് കാണാൻ നല്ല രസമില്ലേ. ശരിക്കും ഭയങ്കര റേറ്റ് തോന്നിക്കുന്ന രീതിയിലാട്ടോ ചെയ്തെടുത്തേക്കുന്നത്. 1600 സംതിങ് ആ റേറ്റ്. പക്ഷെ അത് അതിൻ്റെ ഫിനിഷിങ്ങും ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലായ് ചന്തയിൽ ഈ ഒരു മോഡൽ വരുമ്പം ഒരു 3000-4000 മേളിൽ റേറ്റ് വരും. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്കൊരു 2000 ബിലോ റേഞ്ചിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നല്ല സ്റ്റൈലാണ് കേട്ടോ. സിമ്പിളാണ് പക്ഷേ നല്ല ഗ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AU 716, റേറ്റ് 1650 1650. രണ്ടാമത്തെ ഷെയ്ഡ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്. മെയിൻ വർക്ക് തന്നെയാട്ടോ ഇതിൻ്റെ. ഈ ഒരു ദുപ്പട്ടയിലെ വർക്കാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു കണ്ണിലോട്ട് നോക്കാൻ തോന്നുന്നത്. കാരണം അത്രയും നല്ല ഫിനിഷിംഗ് ആണ് വർക്കിന്. ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ആപ്ലിക്ക് മാത്രമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടോപ്പ് പ്ലെയിൻ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരുപാട് ഭംഗി കൂടുതലാട്ടോ ഇതിന് കാണാനായിട്ട്. അപ്പോൾ ഓരോ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നത്. അത്രയും ഫിനിഷിംഗ് ഉള്ള വർക്ക് തന്നെയാണ്. നിങ്ങൾക്കിത് എങ്ങനെ ഇട്ടാലും ഈ വർക്ക് കറക്റ്റായിട്ട് കാണാനും പറ്റും. നല്ല ഫാബ്രിക്കാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണേ. ഇങ്ങനെ ഇട്ടാലും അത് നന്നായിട്ട് തന്നെ കിടന്നോളും. ഇതിൻ്റെ നമ്പർ AU 715, റേറ്റ് 1650. ഇതൊരു യെല്ലോ കളറാട്ടോ. കുറച്ച് ഗ്രീൻ മിക്സഡ് യെല്ലോ കളർ. ലെമൺ യെല്ലോ ആണോ? അതെ അല്ലേ, ലെമൺ യെല്ലോയുടെ ഷെയ്ഡാണ് കേട്ടോ. കുറച്ച് ഗ്രീൻ കൂടിയിട്ടുള്ളൊരു നല്ല കളറല്ലേ ആ ഒരു ഷെയ്ഡ്. അതും സെയിം രീതിയിൽ തന്നെ. നമുക്ക് കണ്ടിട്ട് നമുക്ക് ആ ഒരു ഊരി വയ്ക്കാൻ തോന്നില്ല, അത്രയും രസമാണ്. കാരണം തയ്ച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസിയാണ്. ചില മെറ്റീരിയൽ ഇങ്ങനെ കുറച്ച് ഫ്ലോയി ആയിട്ട് കുറച്ച് പാടാന്ന് തയ്ക്കുന്നവർ പറയൂലേ. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് സോഫ്റ്റ് ഫാബ്രിക്കാണ്. വാഷ് ചെയ്യാം. ജസ്റ്റ് ഒരു ഷാമ്പു വാഷൊക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഏത് നേരം കല്ലിലെടുത്തിട്ട് ഇടക്കൊന്നും ചെയ്യരുത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ജസ്റ്റ് ഒരു ഷാമ്പു വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ദുപ്പട്ട. മെയിൻ ദുപ്പട്ടയുടെ ആ ഒരു ഭംഗിയാണ് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ലാത്ത രീതിക്ക് നല്ല വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കട്ട് വർക്കിൻ്റെയൊക്കെ സാരിയൊക്കെ വരൂലേ 4000-5000-ഒക്കെ അതേപോലെ ഇരിക്കണേ. ഇതിൻ്റെ ബോട്ടം സാറ്റൻ സിൽക്ക്, നമ്പർ AU 713, റേറ്റ് 1650. കളർ ചാർട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും നല്ല ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ സൈസ് മലായ് ചന്തേരിയുടെ വരുന്ന ആ കളേഴ്സിൽ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് എപ്പോഴും എടുക്കാറ്. ഇതൊരു പിങ്കിഷ് പീച്ച് കളർ. എല്ലാവർക്കും മുഖത്തിന് എപ്പോഴും ചേരുന്ന ഷെയ്ഡ് ഞാൻ പറയൂലേ, ആ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലും സെയിം വർക്ക് തന്നെയാണ്. നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. താഴത്തെ ബോർഡറിലും ഒക്കെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് മൊത്തം സ്കാലപ്പ്, കുഞ്ഞുകുഞ്ഞായിട്ടുള്ള സ്കാലപ്സ്, അത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ടോപ്പിലും കംപ്ലീറ്റ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AU 714, റേറ്റ് 1650.